കേരളത്തിൻ്റെ വടക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡിൻ്റെ മണ്ണിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഹിൽ സ്റ്റേഷനാണ് റാണിപുരം. കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന റാണിപുരം കർണാടക അതിർത്തിയോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. കർണാടകത്തിലെ കൂർഗ് മലനിരകളോട് ചേർന്ന് തലക്കാവേരി വന്യജീവി സങ്കേതത്തോട് ചേർന്നുള്ള റാണിപുരത്തേക്ക് പനത്തടി പട്ടണത്തിൽ നിന്നും 10 കിലോമീറ്റർ സഞ്ചരിക്കുവാനുണ്ട്. ട്രക്കിംഗ് ആരംഭിക്കുക രാവിലെ 9 മണിക്കാണ്. 3 മണി വരെ നമുക്ക് മുകളിലേക്ക് കയറാനുള്ള പെർമിഷനുണ്ട്. 10 വയസ്സിന് മുകളിലുള്ളവർക്ക് 50 രൂപയാണ് നിരക്ക്. കുപ്പിവെള്ളം കൗണ്ടറിൽ നിന്ന് വാങ്ങാവുന്നതാണ്. 40 രൂപയാണ് അവിടെ ഒരു കുപ്പിവെള്ളത്തിന് ചാർജ് ചെയ്യുന്നത്. കാരണം 20 രൂപ കുപ്പി തിരിച്ചു കൊടുക്കുമ്പോൾ തിരികെ ലഭിക്കുന്നതാണ്. ഇങ്ങനെ ചെയ്യുവാനുള്ള കാരണം പ്ലാസ്റ്റിക് സാധനങ്ങൾ മുകളിലോട്ട് അനുവദിക്കുന്നതല്ല. ഭക്ഷണം കരുതുന്നുണ്ടെങ്കിൽ ഒരു ടിഫിൻ ബോക്സിൽ ആക്കി കരുതുന്നത് നല്ലതായിരിക്കും. കടൽ നിരപ്പിൽ നിന്നും 750 മീറ്റർ ഉയരത്തിലുള്ള റാണിപുരത്തെത്താൻ 2 കിലോമീറ്ററിലധികം സഞ്ചരിക്കേണ്ടതുണ്ട്. ആദ്യം കുറച്ചു നേരം നിത്യഹരിത ശോല വനങ്ങൾക്കിടയിലൂടെയാണ് സഞ്ചാരം. ചില മരങ്ങളിൽ അവയുടെ പേരുകൾ രേഖപ്പെടുത്തിയതായും കാണാം. പിന്നീട് ചെറിയൊരു പുൽമേടിലേക്കെത്തുന്നു. ഇരുവശങ്ങളിൽ കേരളവും കർണാടകവുമായി മാറുന്ന അതിർത്തി. കുറച്ചു ദൂരം ആ പുൽമേടുകളിലൂടെ നടന്നു കഴിഞ്ഞാൽ വീണ്ടും വനത്തുള്ളിലേക്കെത്തുന്നു. ചീവീടുകളുടെയും മറ്റും ശബ്ദങ്ങൾ ഒരുപക്ഷെ യാത്രയെ മനോഹരമാക്കുന്നു. അതിനുശേഷം വീണ്ടും നിരപ്പായതും ചെറിയ കയറ്റങ്ങളുമായ പുൽമൈതാനിയിലെ കൂടെയുള്ള സഞ്ചാരമാണ്. നടപ്പാതയ്ക്ക് ഇരുവശമായി ലെമൺ ഗ്രാസ് യഥേഷ്ടം കാണാനാകും. പതിയെ പതിയെ മലയുടെ സൗന്ദര്യം നമ്മൾ കണ്ടു തുടങ്ങും. പുറകിലായി കർണാടകത്തിലെ സഹ്യപർവ്വതം തലയുയർത്തി നിൽക്കുന്നത് നമുക്ക് കാണാനാകും. ഈ നീണ്ട യാത്രയിൽ വിശ്രമിക്കുവാൻ പ്രകൃതി തന്നെ ഒരുക്കി വെച്ച പാറക്കഷ്ണങ്ങളും ഇടയ്ക്കിടയ്ക്ക് മനുഷ്യർ നിർമ്മിച്ച ഇരിപ്പിടങ്ങളുമുണ്ട്. വലിയ അപകടം പിടിച്ച വഴിയല്ലെങ്കിലും ഒന്ന് ശ്രദ്ധ പിഴച്ചാൽ അപകടങ്ങൾ ഉണ്ടാകുവാൻ നല്ല സാധ്യതയുള്ള ഇടങ്ങളുമുണ്ട്. അങ്ങനെ കയറ്റവും ഇറക്കവും നിറഞ്ഞ വഴിയിലൂടെ ഏറെ ദൂരം നടന്നാൽ നമുക്ക് ദാഹമകറ്റാനായി മോരുവെള്ളം വിൽക്കുന്ന ഒരു കട കാണാം. നല്ല വെയിലായതിനാൽ തന്നെ ക്ഷീണം മാറ്റാനായി എല്ലാവരും അവിടുന്ന് വെള്ളം കുടിച്ച് വിശ്രമിച്ചാണ് പിന്നീട് മുന്നോട്ട് നീങ്ങുക. ഇവിടുന്ന് അങ്ങോട്ട് വ്യൂ പോയിന്റിലേക്കുള്ള അവസാന ചവിട്ടുപടിയാണ്. കുത്തനെയുള്ള ഒരു കയറ്റമുള്ള മല കയറിയും അത് കയറാതെയും അപ്പുറത്തേക്കെത്താം. ഇവിടെ വരെ വന്നിട്ട് ആ മലയുടെ മുകളിലെ ദൃശ്യഭംഗി നഷ്ടമാകാതിരിക്കാൻ പലരും അത് കയറി തന്നെയാണ് അവസാന വ്യൂ പോയിന്റിലേക്ക് എത്തുക. ആ മല കയറി അവിടെ കുറച്ചു നേരം ഇരുന്ന് മുൻപിലുള്ള അവസാന മലയെ കീഴടക്കാനായി തയ്യാറെടുത്തു. പതിയെ താഴെ ഇറങ്ങി വലിയ പാറകൾക്കിടയിലൂടെ അവസാന മലയും കീഴടക്കി. ആ നിമിഷം ഒരു മഴയ്ക്കായി കൊതിച്ചു. കാരണം മുൻപ് വന്നപ്പോഴുള്ള കോടയിൽ മുങ്ങിയ റാണിപുരം കാണാൻ വീണ്ടും ഒരാശ തോന്നി. നിർഭാഗ്യമെന്നോണം സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുകയായിരുന്നു. എങ്കിലും അവിടുത്തെ തണുത്ത കാറ്റും മലകളുടെ ഭംഗിയും ആവോളം ആസ്വദിച്ചു. കാലിൽ ചോര കണ്ടപ്പോഴാണ് അട്ട വന്ന് ചോര കുടിച്ച് ഇറങ്ങിപ്പോയെന്നറിയുന്നത്. വേറെ അട്ടയൊന്നുമില്ലെന്ന് ഉറപ്പാക്കി പതിയെ തിരിച്ചിറങ്ങി. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. കർണാടകത്തിൽ നിന്നും കേരളത്തിൽ നിന്നും ഒരുപാട് ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. ചെറിയ കുട്ടികളും വയസ്സായ അമ്മമാരും അടക്കം മല കയറി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പലതരം പക്ഷിമൃഗാദികൾ വാഴുന്ന കാട്ടിലൂടെയുള്ള മടക്കത്തിൽ അട്ടയല്ലാതെ മറ്റൊന്നിനെയും കാണാൻ സാധിച്ചില്ല. മലയുടെ ഇടവഴിയിലൂടെ ഒഴുകിയിറങ്ങുന്ന തെളിനീരിൻ്റെ തണുപ്പ് തന്നെ മതിയായിരുന്നു യാത്രയുടെ ക്ഷീണമകറ്റാൻ. കാഞ്ഞങ്ങാട് ടൗണിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ സഞ്ചരിച്ചാൽ റാണിപുരത്തെത്താം. KSRTC ബസ് സൗകര്യവുമുണ്ട്. മാടത്തുമല എന്നറിയപ്പെടുന്ന റാണിപുരം കാസർഗോഡ് ടൂറിസത്തിൻ്റെ മുഖമുദ്ര തന്നെയാണ്. ഗ്ലാസ് ബ്രിഡ്ജിൻ്റെയും സിപ്പ് ലൈനിൻ്റെയും വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തിയായാൽ കൂടുതൽ ഉന്മേഷവതിയായി റാണിപുരം മാറുമെന്ന കാര്യം ഉറപ്പ്.